അത് സ്നേഹം അങ്ങനെ എല്ലാവരോടും പറയാറില്ലല്ലോ. ഞങ്ങളും അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞ ഉടനെ 2 വീട്ടുകാരും ചേർന്ന് കല്യാണം നടത്തി. അത്രേ ഉള്ളൂ. ഞാൻ വേഗം പോയി ക്യാഷ് അറേഞ്ച് ചെയ്യട്ടെ. പിന്നെ കാണാം റോഷൻ. ആര്യന്റെ കാർ കാണുന്നില്ലല്ലോ. എടാ, എന്താ നീ കാണിക്കുന്നേ? ഈ വീട് ലോക്ക് ചെയ്തിരിക്ക. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു. രാവിലെ നേരത്തെ വന്ന് അന്വേഷിക്കാന്ന് ഞാൻ പറഞ്ഞതല്ലേ. നീ വരാൻ വൈകിയതുകൊണ്ടാ ഇത്രയും താമസിച്ചത്. നമ്മൾ ഇനി ആര്യനെ എവിടെ പോയി അന്വേഷിക്കും? എടി, ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ഇത്രയും ടെൻഷൻ അടിക്കരുത്. ആര്യം പുറത്തേക്ക് മറ്റേ പോയതായിരിക്കും. നീ ഒന്ന് ഫോൺ വിളിച്ചു നോക്ക്. എടാ, ഇന്നലെ വൈകുന്നേരം മുതല് ഞാൻ വിളിച്ചതിന് കൈയും കണക്കുമില്ല. കുറച്ചു മണിക്കൂറുകൾക്ക് മുന്നേ വരെ ഫോൺ ബെല്ലടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അതും സ്വിച്ച് ഓഫ് ആയി. എടി, അത് ചാർജ് തീർന്ന് ഓഫ് ആയതായിരിക്കും. ആരും വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നേ. എനിക്ക് അങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. സമാധാനിക്കണം. എങ്ങനെ സമാധാനിക്കാനാ? ഞാൻ ആ ആര്യനാ പൊടി വിലക്കി കൊടുത്തത്. അതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല. കലച്ചേട്ടന്റെ മരുന്ന് ഞാൻ തന്നെ എത്ര പേർക്കാ കൊടുത്തിട്ടുള്ളത് അറിയോ? സോറി. തള്ളരുന്ന് എത്ര വിചാരിച്ചാലും നാച്ചുറൽ ആയിട്ട് അങ്ങ് വന്നു പോകും. ഇതിനെന്തെങ്കിലും മെഡിസിൻ കിട്ടുമെന്ന് കലച്ചേട്ടനോട് തന്നെ ചോദിക്കണം. എടാ, ഈ തമാശ കളാ. ആര്യനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ നീ അതിനൊരു വഴി ആലോചിക്ക്. ആലോചിക്കണോ അല്ലേ? എടാ, നീ എന്തെങ്കിലും ഒന്ന് പറ. എടി, ആര്യൻ ഈ വീട് മാത്രമല്ലല്ലോ ഉള്ളത്. SP ഞങ്ങൾ താമസിക്കുന്ന വീടും ആര്യനും കൂടി ഉള്ളതാണല്ലോ. അതിന് എനിക്ക് തോന്നുന്നത് ഈ വീട് ആര്യന് മദ്യപിക്കാനുള്ള താവളം മാത്രമാണെന്ന്. ഒടിയകത്ത് ചെന്ന് മദ്യപിക്കാൻ പറ്റാതായതോടെ ആര്യൻ SP ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി കാണും. അതിന് സാധ്യതയുണ്ട്. എടാ, നമുക്ക് SP ഞങ്ങളിലൊന്ന് വിളിച്ചു നോക്കിയാലോ? എടി, നിന്റെ വട്ട് മൂത്ത. നീ എന്തിനാ ആര്യനെ അന്വേഷിക്കുന്നെന്ന് SP ഞങ്ങളുടെ സംശയം തോന്നൂലേ? എനിക്കിപ്പോ അതൊന്നും ഒരു പ്രശ്നമല്ല. ആര്യൻ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയണം. നിന്റെ ഈ പേടി അത് മൂത്ത പ്രേമത്തിന്റെ പ്രധാന ലക്ഷണം. നീ എന്ത് വേണേലും കരുതിക്കോ. ഞാൻ എന്തായാലും അങ്കിളിനെ വിളിക്കാൻ തീരുമാനിച്ചു. ഇവളത് കൊളാക്കുമല്ലോ. ഹലോ. അങ്കിൾ, ഞാൻ ധ്വനിയാ. ആഹാ മോളെ, സോറി കേട്ടോ. മോളുടെ നമ്പറേ ഞാൻ ഇതുവരെ സേവ് ചെയ്ത് വെച്ചിട്ടില്ല. അതാണ് ആളെ മനസ്സിലാവാതിരുന്നത്. അതൊന്നും സാരമില്ല അങ്കിൾ. ഞാനിപ്പോ വിളിച്ചതേ വേറൊരു കാര്യം അറിയാനാ. എന്തായാലും മോള് ചോദിച്ചോ? അത് അങ്കിളെ, ആര്യൻ എവിടെ ഉണ്ടോ? അവനിവിടെ അല്ലല്ലോ മോളെ താമസിക്കുന്നത്. അതെന്റെ പഴയ വീട്ടിലല്ലേ. വല്ലപ്പോഴേക്ക് അവനിങ്ങോട്ട് വരാറുള്ളൂ. അവനിപ്പോ കണ്ടിട്ട് കുറച്ച് ദിവസമായി. ആര്യൻ താമസിക്കാറുള്ള വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ആര്യൻ ഇവിടെ ഇല്ല. എവിടെയായിരിക്കുന്ന അങ്കിളിന് വല്ല ഊഹമുണ്ടോ? ഇല്ലല്ലോ മോളെ. അവന്റെ യാത്രകളെ കുറിച്ച് ഞാനൊന്നും അറിയാറില്ല. ഇന്നലെ വൈകുന്നേരം മുതൽ വിളിച്ചിട്ട് ആര്യൻ ഫോൺ എടുക്കുന്നില്ല. രാവിലെ മുതൽ ഫോൺ സ്വിച്ച് ഓഫാ. ആര്യന്റെ കാറും ഇവിടെ കാണാനില്ല. മോള് ഈ പറഞ്ഞതൊക്കെ അവന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ്. ഞാൻ അവനെ വിളിച്ചാൽ പോലും ഒരിക്കലും ഫോൺ എടുക്കാറില്ല. കൂടുതൽ ശല്യാണെന്ന് തോന്നുമ്പോ ഫോൺ അങ്ങ് ഓഫ് ചെയ്ത് വെക്കും. ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയാൽ പോലും ഒരക്ഷരം ഒരാളോടും പറയില്ല. അവന് തോന്നുമ്പോ ഡാഡിയെ വിളിക്കും. അവന് തോന്നിയാൽ മാത്രം ഇങ്ങോട്ട് വരും. വർഷങ്ങളായിട്ട് അതാണ് പതിവ്. ഈ മിസ്സിംഗ് അങ്ങനെ അല്ല അങ്കിൾ. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. മോൾക്ക് അങ്ങനെ തോന്നാൻ എന്താണ് കാരണം? അതല്ല അങ്കിൾ. മുമ്പ് ആര്യനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചവര് വീണ്ടും കിഡ്നാപ്പ് ചെയ്ത് കാണുമെന്ന് എന്റെ പേടി. ഏയ്, അതിന് തീരെ ചാൻസ് ഇല്ല. ഇനി അത്തരം ഡ്രാമയൊന്നും നടക്കില്ലെന്ന് അവന് നന്നായിട്ട് അറിയാം.
വേണ്ടെന്നും. ആ മോളെ, വെറുതെ അവനെ കുറിച്ച് ആലോചിച്ച് സമയം കളയണ്ട. അവൻ എവിടെയെങ്കിലും എൻജോയ് ചെയ്യായിരിക്കും. അതെനിക്ക് നല്ല തീർച്ചയാ. അല്ല, മോളെന്തിനാ അവനെ കാണാൻ ആ വീട്ടിലേക്ക് പോയത്? എന്താ മോളെ, ആ കിഡ്നാപ്പിംഗ് ഇഷ്യൂവിന്റെ പേരിൽ അവൻ നിനക്കെതിരെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ലങ്കിൾ, ജസ്റ്റ് ഇതുവഴി വന്നപ്പോ ഞാനും അർജുനും കൂടി കയറിയതാ. ഓ, അർജുൻ കൂടെ ഉണ്ടോ? എങ്കിലേ നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ നടത്ത. ആര്യനെ വേറൊരു ദിവസം കണ്ടാൽ മതി. ശരി അങ്കിൾ. ആര്യൻ എവിടെയാണെന്ന് SP അങ്കിളിന് ഒരു വിവരവും ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് പ്രയോജനമൊന്നുമില്ലല്ലോ. നമുക്കേ അശോകൻ ചേട്ടൻ്റെ ചായക്കടയിലേക്ക് പോവാം. 2 പഴംപൊരി തിന്നു കഴിയുമ്പോൾ ഐഡിയ താനേ വരും.